എല്ലാവർക്കും നമസ്കാരം. ഇന്നും വിഷയം രേണുസുതി തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയയ്ക്കകത്ത് വരുന്ന വിഷയങ്ങളെല്ലാം ഇപ്പോൾ രേണുസുതി റിലേറ്റഡ് ആയിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് രേണുവിൻ്റെ അന്തങ്ങൾക്കുള്ളൊരു വീഡിയോ അല്ല ഇത്. രേണു ഇനി എത്ര മോശപ്പെട്ട സ്ത്രീയാണെന്ന് പറഞ്ഞാലും, അങ്ങനെ എന്തൊക്കെ ആരോപണങ്ങൾ രേണുവിനെ എതിരെ വന്നാലും, രേണു വിധവയല്ലേ, രേണു രണ്ട് മക്കളെ വളർത്താൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് രേണുവിനെ ന്യായീകരിച്ച് വരുന്ന വാലുകൾക്കുള്ള വീഡിയോ അല്ല ഇത്. വീഡിയോ മുഴുവൻ കണ്ടിട്ട് വന്ന് ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഇപ്പോഴേ സ്കിപ്പ് ചെയ്ത് പൊക്കോ, ഒരു പ്രശ്നമില്ല. ഇത് തലയ്ക്ക് ആളുതാമസമുള്ള ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാവുന്ന ആളുകൾക്കുള്ള വീഡിയോ ആണ്. നിങ്ങൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നോ അതോ ഒപ്പോസ് ചെയ്യുന്നോ നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന വീഡിയോകൾക്കനുസരിച്ചാണ് സംസാരിക്കുന്നത്, എൻ്റെ മുന്നിൽ വരുന്ന കാഴ്ചകൾക്കനുസരിച്ചാണ് സംസാരിക്കുന്നത്, എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ കാഴ്ചപ്പാടുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് അനുകൂലിക്കാം, പ്രതികൂലിക്കാം, പക്ഷേ അന്തങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല. വന്ന് കണ്ട് തിരിച്ചു പോവുക, വന്ന് കണ്ടിട്ട് വന്നിരുന്ന് ഡയലോഗ് അടിക്കരുത്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം എന്തുകൊണ്ട് ഞാൻ രേണുവിനെ എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ, കിച്ചുവിൻ്റെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടു, നമ്മൾ സംസാരിച്ചു അതിനെക്കുറിച്ച്. അതിനുശേഷം ഇന്നലെ ഫുള്ള് രേണുവിൻ്റെ വീഡിയോകളൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ല. രേണു സൈലൻ്റ് ആയി. എന്നെ കോൺടാക്ട് ചെയ്ത് 1-2 പേരോട് ഞാൻ പറഞ്ഞു, ഇന്ന് രേണു ഭയങ്കര സൈലൻ്റ് ആണ്, ഇത് ഇങ്ങനെ അങ്ങ് പോയാൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രാത്രി ആയപ്പോൾ രേണുവിൻ്റെ ഒരു കരച്ചിൽ വീഡിയോ, ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഗ്ലിസറിനാണോ യൂസ് ചെയ്തത് അതോ മറ്റേ ചെറിയ ഉള്ളിയാണോ യൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ണുനീര് വരുന്നില്ലെന്നേ, കഷ്ടപ്പെടുന്നുണ്ട് കണ്ണുനീര് വരുത്താൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് രേണു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ആ വീഡിയോ കാണിച്ചുകൊണ്ട് സംസാരിക്കാം. ഇവിടെ ആരും തന്നെ രേണു എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ടില്ല. രേണു ചെയ്യുന്ന പ്രവർത്തികളെയാണ് കുറ്റം പറയുന്നത്. എന്തുകൊണ്ട് കിച്ചു സംസാരിച്ചു, കിച്ചു ഇപ്പോൾ ഓപ്പൺ അപ്പ് ആവാൻ കാരണം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു അമ്മ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലൊരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് അതിനകത്ത് അവരുടെ ശരീരഭാഗങ്ങൾ കാണിക്കുമ്പോൾ ഇത് കാണുന്ന, അല്ലെങ്കിൽ ഇത് കാണുന്ന നാട്ടുകാർ, ഇത് കണ്ടിട്ടുള്ള, ഇതിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ആൾക്കാർ, ഇവർ പുറത്തിറങ്ങി ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ശതമാനമെങ്കിലും ഇമ്പാക്റ്റ് കിച്ചുവിൻ്റെ ലൈഫിൽ ഉണ്ടാവുകയില്ലയോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കിച്ചു എടുത്തു പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരുടെ മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, ആ കൂട്ടുകാരുടെ അമ്മമാരുടെ മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് കിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കിച്ചുവിൻ്റെ പല വ്ലോഗുകൾ കാണുന്നുണ്ട്, അതിനകത്തൊന്നും ഈ കൂട്ടുകാരെ കാണുന്നില്ല. കിച്ചു ഋതപ്പിനെ സ്കൂളിലേക്ക് വിടുന്ന ഒരു വ്ലോഗ് ഉണ്ടായിരുന്നു, അതിനകത്ത് കൂട്ടുകാരെ കാണുന്നില്ല. പക്ഷേ സാധാരണ കിച്ചുവിൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പം ഈയിടെയായിട്ട് ഈ കൂട്ടുകാരെ കാണുന്നില്ല. അത് എന്തിൻ്റെ പേരിലാണ്, എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. ലാസ്റ്റ് വീഡിയോയ്ക്കകത്താണെങ്കിൽ പോലും സാധാരണ കിച്ചു കൂട്ടുകാരെയും കൊണ്ടിരുത്തിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും മറുപടി കൊടുക്കണമെങ്കിലോ റിയാക്ഷൻ ചെയ്യണമെങ്കിലോ ഒക്കെ കൂട്ടുകാരുണ്ടാവും കിച്ചുൻ്റെ കൂടെ. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് കൂട്ടുകാരില്ല. അവൻ ലിറ്ററലി തകർന്നാണ് സംസാരിക്കുന്നത്. അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആവുന്നത്. അത് കണ്ടപ്പോഴാണ് ഞാനും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത്. രേണു ഇന്നലെ കാണിച്ച ആ കരച്ചിൽ വീഡിയോയ്ക്കകത്ത് കിച്ചുൻ്റെ ഇത്രയും വർഷം അവൻ അനുഭവിച്ച പെയിൻ്റെ 1% പോലും ഇതില്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എനിക്കതൊരു നാടകമായിട്ട് തന്നെയാണ് തോന്നിയത്. അത് നാടകമാണ് എന്ന് തോന്നാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. നമുക്കതിൽ ആ വീഡിയോ കാണാം, കണ്ടിട്ട് പറയാം. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ, ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇത് തന്നെയല്ലേ കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല. ഇത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് നിർത്ത്, നിങ്ങളുടെ അനാവശ്യ ബൈറ്റ് കൊടുക്കലും അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സി ഉണ്ടാക്കലൊക്കെ നിർത്ത് എന്ന് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കാതെ? ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നപ്പോഴാണ് മനസ്സിലായതല്ലേ ഇതൊരു ബുദ്ധിമുട്ടാവുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് 2-2.5 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു മേജർ ഇഷ്യൂ ആണ്. നിങ്ങളുടെ കോണ്ടന്റ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ ഓരോ മീഡിയയ്ക്കും കൊടുക്കുന്ന ബൈറ്റുകൾ, നിങ്ങൾ ഓരോ മീഡിയയ്ക്ക് കൊടുക്കുന്ന അനാവശ്യ ടോക്കുകൾ, നിങ്ങളുടെ എന്തെങ്കിലും ഈ പറയുന്ന ആൽബം ഷൂട്ടുകളുണ്ടെങ്കിൽ അതിൻ്റെ വിശേഷങ്ങൾ, അതിൻ്റെ വിശേഷം ഇൻ ദ സെൻസ് അവിടെ ആ ലൊക്കേഷൻ നടക്കുന്ന കുന്തളിപ്പുകൾ, ഇത് മാത്രമാണ് ഞങ്ങളുടെയൊക്കെ ടൈംലൈനിൽ കയറി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് വെച്ച് സംസാരിക്കുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾ നീയൊക്കെ ഇനിയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ്. അല്ലാതെ എന്താ പറയുക, എൻകറേജ് ചെയ്ത് വിടുന്നത് നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ വന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യം എന്താണ്? തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയം ഇനിയുണ്ട്. ഞാൻ ശരിക്കും പറയാം, കിച്ചുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ രേഷ്മ പി തങ്കച്ചൻ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് കിച്ചുവിനെ പോയി കണ്ടിട്ട് അവർ ഒരുമിച്ച് ഇതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് ഒരുമിച്ചൊരു വീഡിയോയോ ലൈവോ ഒക്കെ വന്ന് ഈ പ്രശ്നം അവസാനിപ്പിക്കുന്ന വിചാരിച്ചത്. പക്ഷേ ഇവർക്ക് അതല്ല താല്പര്യം. ഇവർക്ക് പുതിയ വിഷയങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ പറയുന്നു നെഗറ്റീവ് ഓളികൾ, നിങ്ങളാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആക്കിയതെന്ന്. ഒരിക്കലും അല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് ഇടുന്ന കോണ്ടന്റ് അത് നെഗറ്റീവ് ആയതുകൊണ്ട് അതിനെ എടുത്ത് വെച്ച് വിമർശിക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറും. ഇതാണ് സംഭവിക്കുന്നത്. അല്ലാതെ നിങ്ങൾ നല്ലത് ചെയ്യുക, നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാൻ ആൾക്കാരുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, രേഷ്മ പി തങ്കച്ചൻ കൊല്ലം സുധി മരിച്ച സമയത്ത്, മരിച്ച ആ ഒരു ഗ്യാപ്പിന് ശേഷം നാടകത്തിൽ അഭിനയിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ വിമർശിച്ചു.
ഇവർക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പൊക്കൂടെ, ചാനൽ ജോലി കൊടുക്കാന്ന് പറഞ്ഞതല്ലേ? അപ്പോഴൊക്കെ ഞാൻ ചോദിച്ചു, അവരെന്തെങ്കിലും ചെയ്ത് ജീവിച്ചോട്ടെ. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവരിപ്പോൾ നാടകത്തിൽ അഭിനയിക്കുന്നത്, അതൊരു തെറ്റല്ലല്ലോ, അവരങ്ങനെ ചെയ്ത് ജീവിച്ചോട്ടെ. പക്ഷെ പോകെ 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 നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറി, നിങ്ങളുടെ സംസാര ശൈലി മാറി, നിങ്ങൾക്ക് അഹങ്കാരം കയറി, നിങ്ങളുടെ സംസാരത്തിൽ മുഴുവൻ അഹങ്കാരം മാത്രം. നിങ്ങളെ സഹായിച്ചവരൊക്കെ നിങ്ങൾ തള്ളി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ നിങ്ങളെ വിമർശിച്ചു തുടങ്ങിയത്. അതുവരെയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. നിങ്ങൾ ബിഗ് ബോസിനകത്ത് പോയി, ബിഗ് ബോസിനകത്ത് വെച്ച് നിങ്ങളെ ഒരാളും മോശം പറഞ്ഞിട്ടില്ല, ഒരാളും തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ ബിഗ് ബോസിന് പുറത്തിറങ്ങി. നിങ്ങൾ ആദ്യത്തെ 2 ആഴ്ച വളരെ മാന്യമായിട്ടാണ് മീഡിയയുടെ മുമ്പിൽ സംസാരിച്ചത്. അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ പോയിട്ടില്ല. അനാവശ്യമായ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും നോ കമന്റ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അവിടെയും ഞാൻ വീഡിയോ ചെയ്തു നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട്. നിങ്ങൾ ബിഗ് ബോസിൽ പോയിട്ട് ഇറങ്ങിയപ്പോൾ നന്നായും തോന്നുന്നു, അനാവശ്യമായിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു തന്നെയാണ് വീഡിയോ ചെയ്തത്. പിന്നെയും ശങ്കരൻ തെങ്ങിന്റെ മേളാണെന്ന് പറഞ്ഞ പോലെ രേഷ്മ പി തങ്കച്ചന് കോൺട്രവേഴ്സി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ എല്ലാവരും എടുത്തു വെച്ച് എന്ത് ചെയ്തു? വിമർശിച്ചു. അങ്ങനെയാണ് നിങ്ങളിൽ നെഗറ്റീവ് വരുന്നത്. നിങ്ങൾ കൊടുക്കുന്ന നെഗറ്റീവ് ആയതുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതും നെഗറ്റീവ് ആയിരിക്കും. അല്ലാണ്ട് നെഗറ്റീവ് കൊടുത്തിട്ട് എന്നെ എല്ലാവരും പോസിറ്റീവ് പറയണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ബാക്കിയേക്കാം. ഇവർക്ക് ഈ കണ്ടന്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. അത് മാത്രമേ സോഷ്യൽ മീഡിയക്കകത്ത് കാണുന്നുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കോണ്ടന്റ് ഉണ്ടാവില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് വന്നിട്ട് നിങ്ങൾ അനാവശ്യങ്ങൾ സംസാരിക്കാതിരുന്നാൽ, നിങ്ങൾ അനാവശ്യങ്ങൾ കൊടുക്കാതിരുന്നാൽ നിങ്ങൾ എന്നുള്ള വിഷയം എടുക്കില്ലാരും. ഇപ്പോൾ ഈ കിച്ചുവിന്റെ, ഞാൻ പറഞ്ഞല്ലോ, കിച്ചുവിന്റെ വിഷയം ഞാൻ എടുത്തു. അതിന്റെ 2-3 ദിവസമായിട്ട് ഞാൻ ഇവരുടെ വിഷയം തൊടാറില്ല. ഞാൻ അന്ന് വിചാരിച്ചത് എന്തെങ്കിലും കേസിന്റെ അപ്ഡേഷൻ വരികയാണെങ്കിൽ മാത്രം എടുക്കാം. ഇനി കേസിന്റെ അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, സൈബർ സെല്ലുകാർ ഇവരെ വിളിച്ചിട്ട് വാൺ ചെയ്തെന്ന് പറഞ്ഞു. അതിന് വാൺ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവർ നാട്ടിൽ വന്ന് എന്തായാലും മീഡിയക്കാർ ഇവരെ വളയും. ആ സമയത്ത് മീഡിയക്കാർ ചോദിക്കുകയാണെങ്കിൽ ഇവർ മറുപടി പറയുകയാണെങ്കിൽ നമുക്കറിയാം സൈബർ സെല്ലുകാർ വിളിച്ചോ ഇല്ലയോ എന്നുള്ളത്. വിളിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, എക്സൈസിൽ നിന്ന് കൺസേൺ ഡിസ്ട്രിക്റ്റിലേക്ക് ഈ കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവരന്വേഷിച്ചതിന് ശേഷം ഒരു 15 ദിവസത്തിനകത്ത് റിപ്പോർട്ട് വരുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ തീരുമാനങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. ഇതാണ് കംപ്ലയിൻറ്റിൻ്റെ അപ്ഡേഷൻ. ഓക്കെ, ഇതും കൂടി ഞാൻ ഇതിനകത്തൊന്ന് ആഡ് ചെയ്ത് പറയുവാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ കുറച്ച് നാൾ മിണ്ടാതിരിക്കുവാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് കോൺട്രവേഴ്സികൾ നിങ്ങൾ ഇട്ട് കൊടുക്കാതിരുന്നാൽ സോഷ്യൽ മീഡിയ ഇതെടുക്കാതിരിക്കും, ആളുകൾ സംസാരിക്കാതിരിക്കും. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അതല്ല ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഏവനോ ഒരുത്തൻ എന്തോ ഒരു കമന്റ് ഇട്ടതിന്റെ പേരിൽ അതിനെ വരെ നിങ്ങൾ റിയാക്ട് ചെയ്തു. നിങ്ങളൊരു ഇനാഗുറേഷന് പോയിട്ട് ആ ഇനാഗുറേഷൻ സ്ഥലത്ത് ആലോചിക്കണം, ഏത് സെലിബ്രിറ്റി ആണാവോ ഇനാഗുറേഷന് പോയിട്ട് അവിടെ ദിവസങ്ങളോളം താമസിച്ചുകൊണ്ട് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്നത്? എനിക്കറിയത്തില്ല, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇത് പുതിയൊരു അറിവാണ്. ഇനി അവിടെ നിങ്ങൾ ലൈവ് പോകുന്നു, നിങ്ങൾ പാട്ട് പാടുന്ന സമയത്ത്, ലൈവ് പോകുന്ന സമയത്ത് ഏതോ ഒരുത്തൻ വന്നിട്ട് ഒരു കമന്റ് ചെയ്തു. നിങ്ങൾ അവിടെ നിന്നിട്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു, എന്തൊക്കെ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞു? ഏത് സെലിബ്രിറ്റി അങ്ങനെ വിളിച്ച് പറയുന്നത്? ഒരുത്തൻ കമന്റ് ചെയ്തു, ആ കമന്റിന് ആ വഴിക്ക് നിങ്ങൾക്ക് വിട്ടുകൂടായിരുന്നോ? പക്ഷെ നിങ്ങൾ അവിടെ തെറി പറയുവാണ്. അവൻ ഇങ്ങോട്ട് തെറി പറഞ്ഞപ്പോൾ നിങ്ങൾ തിരിച്ചു പറ. അപ്പോൾ അവന് നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ നിൽക്കുന്നത് എവിടെയാണ്? നിങ്ങൾ ഇനാഗുറേഷന് പോയ സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ നിങ്ങളെ കേൾക്കാൻ കുറച്ച് പേരെങ്കിലും കൂടിയിരിപ്പുണ്ട് അല്ലേ? അവരുടെ മുന്നിൽ മൈക്ക് ഇങ്ങനെ വെച്ചിട്ട്, അതാണ് കോമഡി. മൈക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മൈക്കിൽ കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഓർത്ത് മൈക്ക് ഇരിക്കുകയാണെന്ന്, പെട്ടെന്ന് മൈക്കിനങ്ങ് മാറ്റി. അപ്പോൾ അത്ര പോലും ബോധമില്ലാതെയാണ് നിങ്ങൾ പെരുമാറുന്നത്. നിങ്ങൾ ശരിക്കും എന്ത് കണ്ട് മതിമറന്ന് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ കേട്ടിട്ടും ഒന്ന് ഒതുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. പിന്നെ നിങ്ങളെ താങ്ങുന്നവരെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല, പുച്ഛം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഓരോരുത്തരും വന്നിട്ട്, അല്ലെങ്കിൽ ഓരോരുത്തന്മാരും വന്നിട്ട് കിച്ചു പറഞ്ഞ കാര്യങ്ങളുടെ മറുവശം എന്നുള്ള ലെവലിൽ വീഡിയോ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അവൻ്റെ പെയിനാണ് സംസാരിക്കുന്നത്, അവൻ്റെ വേദനയാണ് സംസാരിച്ചത്. എത്രയോ വർഷങ്ങളായിട്ട് അവൻ അനുഭവിക്കുന്ന ട്രോമയാണ് അവൻ സംസാരിച്ച് തീർത്തത്. എന്തുകൊണ്ട്? അവൻ്റെ കൂട്ടുകാരെ നോക്കാൻ പറ്റുന്നില്ല, അവൻ്റെ കൂട്ടുകാരുടെ അമ്മമാരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, അവന് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചോദിക്കും, രേഷ്മ പി തങ്കച്ചൻ മാത്രമാണോ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ലൈവ് ചെയ്യുന്നത്, ഈ പറയുന്ന ഡ്രസ്സ് റിമൂവ് ചെയ്ത് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അല്ല. പക്ഷേ കിച്ചു സുധി എന്ന് പറയുന്ന വ്യക്തി കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ മകനാണ്. അവന് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. സ്വാഭാവികമായിട്ടും രേഷ്മ പി തങ്കച്ചൻ എന്ത് കാണിച്ചാലും അത് അവനെയും കൂടി ബാധിക്കും. അവൻ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടും. നിന്റെ അമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ചോദിക്കും. അവൻ എന്ത് മറുപടി പറയും? അവൻ പറഞ്ഞല്ലോ, പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഏത് ലെവലിലുള്ളതാണെന്നുള്ളത്, എത്രമാത്രം ഡീപ്പാണെന്നുള്ളത് അവൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിലൊന്നും ഇനി കഥയില്ല. അവൻ്റെ അവസ്ഥയാണത്, അവൻ്റെ പെയിനാണ് അവൻ സംസാരിച്ചത്. അതും 20% മാത്രമാണ് അവൻ സംസാരിച്ചതെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി 80% എന്തൊക്കെ ഉണ്ടാവും? ഈ 20% പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ഇത്രയും പാനിക് ആയെങ്കിൽ ബാക്കി 80 കൂടി പറഞ്ഞാലോ? അവന് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് അവൻ പറയുന്നില്ല. തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അത് അവൻ്റെ സാഹചര്യം. എന്നാൽ ആ സാഹചര്യം ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല, അത് വേറെ കാര്യം. എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും അത്തരം തെറ്റുകളിലേക്ക് പോകാൻ പാടില്ല. തെറ്റ് തന്നെയാണ്. പക്ഷേ അവനെ തിരുത്താൻ ആളില്ലായിരുന്നു. അവിടെയാണ് ആ പോയിന്റ് നിൽക്കുന്നത്. അവനെ തിരുത്താൻ അവൻ അച്ഛനില്ല. അവൻ്റെ അമ്മമാർ 3 പേരുള്ള 3 പേരും ഒരേപോലെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ തിരുത്താൻ ആൾക്കാരില്ല. പക്ഷേ ഇപ്പോൾ അവൻ മാറിയെന്ന് അവൻ പറയുന്നുണ്ട്. നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതറിയില്ല. ഇന്നലെ ഷഫീനേച്ചി അവനെ പോയി കണ്ടു എന്ന് പറഞ്ഞു. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് കിച്ചു എന്നുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ബാക്കിയേക്കാം. ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. നിങ്ങൾ എന്തേ പറയുന്നേ? എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. ആ ചിലതൊക്കെ ഏതാണ് ഒന്ന് പറഞ്ഞുതരാവോ? ഏതാണ് ആ ചിലതൊക്കെ? ഇനി
ഇത്രയും പൊട്ടി പൊട്ടി കരയുന്ന രേഷ്മ പി തങ്കച്ചൻ നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ ഒരു തുള്ളി കണ്ണുനീര് താഴേക്ക് വരുന്നുണ്ടോ? ഇത്രയും ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഇച്ചിരി കണ്ണുനീര് പുറത്തേക്ക് വരണ്ടേ? ഞാൻ നാടകമാണ് എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ്. കഴിഞ്ഞിട്ടില്ല, ബാക്കി കേട്ടിട്ട് ഞാൻ പറയാം. നാടകമാണെന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്നുള്ള ഞാൻ പറയാം. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. ഓ, അതാണ് കാര്യം. ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് തന്നെയാണ് ഞങ്ങളുടെയും പ്രശ്നം. ഞങ്ങൾക്ക് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല, യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ തുറക്കുമ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഇപ്പോൾ കുറേ പേര് വെളുപ്പിക്കൽ പോസ്റ്റുമായിട്ട് നടക്കുന്നുണ്ട്. എന്നത് ഞാൻ എടുത്തു പറയാം. മെയിൻ സ്ട്രീം ഓൺ ചാനൽ ഇവർ കാശ് മേടിച്ചിട്ടാണോ അത് എഴുതുന്നത് എനിക്കറിയത്തില്ല. കിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ കൊല്ലം സുധിയാണ് ഈ കുടുംബത്തെ മുഴുവൻ, ഏകദേശം 10ഓളം ആൾക്കാരുണ്ട്, മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ ഫാമിലിയിൽ. അതായത് സുധി, കിച്ചു, ഋതപ്പൻ, രേഷ്മ പി തങ്കച്ചൻ, രേഷ്മ പി തങ്കച്ചൻ്റെ കുടുംബം ആരൊക്കെയാ? ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേച്ചിയുടെ 2 കുട്ടികൾ, രേഷ്മ പി തങ്കച്ചൻ്റെ അച്ഛൻ, അവരുടെ അമ്മ, ഇത്രയും പേരടങ്ങുന്ന കുടുംബത്തെ മുഴുവൻ നോക്കിയിരുന്നത് കൊല്ലം സുധിയാണെന്ന് കിച്ചു പറയുന്നു. ഈ വിവരം ഈ പറയുന്ന മെയിൻ സ്ട്രീം ഓൺ ചാനലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്തില്ല. മുക്കി. രേഷ്മ പി തങ്കച്ചന്റെ കുടുംബത്തെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം മുക്കി. ഇവർ അങ്ങോട്ട് പോയപ്പം ഈ കൊല്ലം സുധിയുടെ ഡെഡ് ബോഡി വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചൊരു കഥ കിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ കഥയും മുക്കി. അപ്പോൾ ഈ മെയിൻ സ്ട്രീം ഓൺ ചാനൽ ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലാണ്? രേഷ്മ പി തങ്കച്ചന്റെ PR ചാനൽ. അത്രേ ഉള്ളൂ. അതുപോലെ ഒരുപാട് ചാനലുകളിൽ ഇപ്പോൾ വെളുപ്പിക്കൽ പോസ്റ്റുകൾ കാണുന്നുണ്ട്. PR വർക്ക് നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. പല കമന്റ് ബോക്സുകളും നെഗറ്റീവുകൾ നിറഞ്ഞാടുന്നുണ്ട്. ഈ രേഷ്മ പി തങ്കച്ചൻ അഗെയിൻസ്റ്റ് സംസാരിക്കുന്ന കമന്റ് ബോക്സുകളിൽ PRകൾ നിരത്തി പിടിച്ച് കമന്റ് ചെയ്യുന്നുണ്ട്. എനിവേ, ബാക്കിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കണ്ടന്റ് ആണ് രേണു സുധി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം? ഓഫ് കോഴ്സ് കാശ് കിട്ടും. പക്ഷേ രേഷ്മ പി തങ്കച്ചൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ കണ്ടന്റ് ഇട്ട് കൊടുക്കുകയാണ്, അതുകൊണ്ട് അവർ തിന്നുവാണ്. ഇതും കോണ്ടന്റ് തന്നെയാണ്, എല്ലാം കോണ്ടന്റ് തന്നെയാണ്. നിങ്ങൾ ഇപ്പൊ വന്ന് കരയുന്നതിനാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തു. ആ ചെക്കൻ ഇപ്പൊ അവൻ 21 വയസ്സ് 22 വയസ്സ്, അവനവന്റെ 10, 12, 13 ആ പ്രായത്തിലാണ് അവൻ ഇത്രയും ട്രോമയെ അനുഭവിച്ചത്. അവൻ ജനിച്ച കാലം മുതൽ അവൻ കാണുന്ന കാഴ്ച എന്താണ്? അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കാണ്. രണ്ടാനമ്മ വന്നപ്പോഴും എന്താണ് സംഭവം? അപ്പോഴും വഴക്ക് തന്നെയാണ്. ഇനി ഇവിടെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇവർക്ക് ആർക്കും അവനെ മൈൻഡ് ഇല്ല. പക്ഷേ രേഷ്മ പി തങ്കച്ചൻ മീഡിയയുടെ മുമ്പിൽ എന്താ പറയുന്നത്? എൻ്റെ പൊന്നുമോനാണ് കിച്ചു കഴിഞ്ഞ് എനിക്ക് വേറെ ആരും ഉള്ളൂ എന്ന ലെവലിലാണ് സംസാരിക്കുന്നത്. അതെല്ലാം പൊളിഞ്ഞില്ലേ? ഇപ്പോൾ ഇത് പൊളിച്ചത് ഞങ്ങളല്ല കേട്ടോ, റിയാക്ഷൻ വ്ലോഗേഴ്സ് അല്ല. മീഡിയയുടെ മുമ്പിൽ നിങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞ് പ്രഹസനം കാണിച്ചിരുന്ന നിങ്ങളുടെ മകൻ തന്നെയാണ് പൊളിച്ചത്. സഹികെട്ട് നിവർത്തികേടുകൊണ്ട് പറഞ്ഞതാണ്. ഈ അഗ്നിപർവ്വതത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിങ്ങനെ പുകഞ്ഞ് ഒരു സമയത്ത് പൊട്ടിത്തെറിക്കും. അതാണ് ഇവിടെ കണ്ടത്. അവനിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക വർഷങ്ങളായിട്ട്. അവനൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ അവനെ വിരട്ടി നിർത്തിയിരിക്കുകയാണ്. ഏത് കാര്യം പറഞ്ഞിട്ട്? അവൻ്റെ ഈ പറയുന്ന അനാവശ്യ കൂട്ടുകെട്ടും അവൻ്റെ ലഹരി ഉപയോഗവും ഒക്കെ പറഞ്ഞ് നിങ്ങൾ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ 2 കൽപ്പിച്ച് പുറത്ത് വന്നു. ഇനിയും അവൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവൻ ക്രൂശിക്കപ്പെടുമായിരുന്നു സമൂഹത്തിന് മുന്നിൽ. ഇത് ഓരോ മക്കൾക്കുള്ള പാഠമാണ്. ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ ലൈവ് അല്ലെങ്കിൽ തുണി ഉരിഞ്ഞ ആൾക്കാരെ കാണിച്ച് നടക്കുന്ന ഓരോ സ്ത്രീകളുടെയും മക്കൾക്കുള്ള പാഠമാണ്. നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെ ഇപ്പോൾ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അത് ഓർത്ത് വെച്ചോ. ഓരോ മക്കളും, ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും മക്കളുണ്ട്. ഓരോന്നും 12, 13 വയസ്സിൽ പെമ്പിള്ളാർ വരെ ഉണ്ട് മക്കളായിട്ട്. എന്നിട്ടാണ് ഈ പേക്കൂത്തുള്ളമാർ കാണിക്കുന്നത്. കൊണ്ട് ആഘോഷിക്കുകയാണ്. 10,000 പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ കിട്ടിയവർത്തിയെ ആഘോഷിക്കുകയാണ് അവൾ എങ്ങനെ ആയി എന്നും പറഞ്ഞിട്ട്. അത് കണ്ട് ഞാൻ കഴിഞ്ഞ 2 ദിവസം കണ്ടൊരു കാഴ്ചയാണ്. 2 പേര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കുന്നു, ഇവർക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി, ഞാനും തുടങ്ങിയാലോ എന്ന് ചോദിച്ചിട്ട്. ഇൻസ്പിറേഷൻ ഉണ്ടാവുകയാണ്. അവർ തുടങ്ങുമോ തുടങ്ങില്ലയോ ഡസന്റ് മാറ്റർ. പക്ഷേ അങ്ങനെ പോസ്റ്റ് ഇട്ട് ഇൻസ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ കാരണക്കാരാണ്? ഈ കൂട്ടർ എല്ലാവരും ചേർന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു വിക്ടിമാണ്, അതിൻ്റെ ഒരു ഇരയാണ് കിച്ചു എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയാൽ ബോധമുള്ളവർക്ക് മനസ്സിലാവും. ഇല്ലാത്തൊരു മനസ്സിലാക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും. ഇഷ്ടം ആഘോഷിക്കാൻ വേണ്ടിയല്ലേ ഇട്ട് കൊടുത്തിരിക്കുന്നത്? നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ, നിങ്ങൾക്ക് സങ്കടം വരുന്നെങ്കിൽ നിങ്ങൾ റൂമിൽ ഇരുന്ന് കരഞ്ഞാൽ പോരെ. അതിനെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കാണിച്ച ഒരു മനസ്സ് സമ്മതിക്കണം. ആരെ ബോധിപ്പിക്കാൻ വേണ്ടി? നിങ്ങൾ നിരപരാധിയാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയോ? ആര് വിശ്വസിക്കും? നിങ്ങളുടെ അന്തങ്ങൾ വിശ്വസിക്കും. ബോധമുള്ള ഒരാളും വിശ്വസിക്കില്ല. മക്കളോട് സ്നേഹമുള്ള ഒരു അമ്മമാരും വിശ്വസിക്കില്ല. നിങ്ങളെ ഇനി വിശ്വസിക്കില്ല. മക്കളോട് സ്നേഹമുള്ള, മക്കളെ നന്നായിട്ട് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മമാരും രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇനി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യില്ല. ബാക്കി പോലെ അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ അവനും ഒരു മനുഷ്യനാണ്. കിച്ചു എന്ന് പറയുന്ന ആ പയ്യനൊരു മനുഷ്യനാണ്. അപ്പൊ അവൻ അനുഭവിച്ച പെയിൻ വന്ന് സംസാരിക്കുമ്പോൾ അവൻ ആരോട് പറയും? അവൻ ആരോട് ഇത് ഷെയർ ചെയ്യണം? അവന് പറയാൻ പറ്റുന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യൂട്യൂബ് ആയി പോയി. വേറെ ആരോടും അവന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ ഇവിടെ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഈ തോന്നിയവാസങ്ങൾ നിർത്താൻ വേണ്ടി. ഇനിയെങ്കിലും നിങ്ങൾ ഇതൊക്കെ നിർത്തിയിട്ട് മാന്യമായിട്ട് അവനെ ടേക്ക് കെയർ ചെയ്യുക. അല്ലെങ്കിൽ ഋതപ്പന്റെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ അഭിനയിക്കാൻ പൊക്കോ, നിങ്ങൾ ഇനാഗുറേഷന് പൊക്കോ, ഒരു പ്രശ്നമില്ല. ഒരാളും നിങ്ങൾ വിമർശിക്കില്ല മാന്യമായിട്ടാണെങ്കിൽ.
പക്ഷെ നിങ്ങൾ അതല്ല ചെയ്യുന്നത്. നിങ്ങൾ കുറേ മീഡിയക്കാരെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ അനാവശ്യങ്ങൾ വിളിച്ച് പറഞ്ഞ് കുറേ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈ ഈയാമ്പാറ്റകളെ കണ്ടിട്ടുണ്ടോ? ഈയാമ്പാറ്റകൾ പാറി അങ്ങ് പറക്കും, പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ചിറകട്ട് താഴെ വീഴും, നിലത്തിൽ ഒന്ന് പിടയ്ക്കും. ഈ പാറി പറക്കുമ്പോൾ ഓർക്കുന്നില്ല താഴെ ഒരു സമയത്ത് വരും എന്നുള്ളത്. ആ ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കൊണ്ട് തെളിയിച്ചിരിക്കുന്നത്. നിങ്ങൾ പാറി പറന്നപ്പോൾ നിങ്ങൾ എത്രയോ പേര് നിങ്ങൾ കളിയാക്കി. നീയൊക്കെ ദുബായ് കണ്ടിട്ടുണ്ടോ, നീയൊക്കെ എയർപോർട്ട് കണ്ടിട്ടുണ്ടോ, മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊന്നും അറിഞ്ഞില്ല ഇങ്ങനൊരു വീഴ്ച ഉണ്ടാവുമെന്ന്. ഇനിയും സമയമുണ്ട്, വൈകിട്ടില്ല. മാറാൻ ഇനിയും സമയമുണ്ട്. മാറാൻ തയ്യാറാണെങ്കിൽ, അതല്ല ഇനിയും വെല്ലുവിളികളാണെങ്കിൽ മേളിൽ നിറങ്ങാൻ സമയം ഉണ്ടാവില്ല, ഏറെ കയറിക്കൊണ്ടേയിരിക്കും. ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിന്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. പോലീസുകാർ ആരെങ്കിലും ഇവരുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ പേരിൽ സ്വമേധയാ കേസെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. കാരണം ആത്മഹത്യാ ഭീഷണിയാണ് സോഷ്യൽ മീഡിയ വന്നിട്ട്. എന്ത് കാണിച്ചിട്ട്? ഇവിടെ ഇവർ പറയുന്ന നെഗറ്റീവ് വോളുകൾ എന്ന് പറയുന്ന വ്യക്തികൾ ഇവർ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ പോയിട്ടില്ല. ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എടുത്ത് സംസാരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ പറയും. നിങ്ങൾ കൊടുക്കുന്ന നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് പറയുന്നു. ഇവിടെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നവരാണ് പറയുന്നത്. എന്താ കിച്ചുനെ പറയാത്ത? ഈ വിഷയം വന്ന് സംസാരിച്ചത് കിച്ചു ആണല്ലോ. നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞത് ഹനാനാണല്ലോ. ഈ ഹനാനെയും കിച്ചുവിനെ എന്താ നിങ്ങൾ പറയാത്തത്? അപ്പൊ അതല്ല നിങ്ങൾക്ക് പ്രശ്നം. നിങ്ങളെക്കുറിച്ച് ആൾക്കാർ അഭിപ്രായം പറയുന്നു, അത് പാടില്ല. നിങ്ങൾക്ക് കുന്തളിപ്പ് കാണിക്കാം. ടു ബി ഫ്രാങ്ക്, ഇത് ഫേക്ക് ഡ്രാമയാണെന്ന് ഞാൻ പറയാൻ കാരണം ഇവർ ഇന്നലെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഇവരുടെ പ്രസന്റേഷനും ഇവരുടെ എക്സ്പ്രഷനും ഒക്കെ നിങ്ങളൊന്ന് കാണണം. ഞാൻ വെച്ചുതരാം. ഹലോ, നമസ്കാരം. രേണുസുതിയാണ്. അപ്പം എന്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഞാൻ അമ്മ ടി.വിയിൽ കുറച്ച് സമയം നിങ്ങളോടൊപ്പം വരികയാണ്. ആരും മറക്കാതെ കാണണം. കണ്ടല്ലോ, ഇത് അവിടെയുള്ള ദുബായിലുള്ള ഒരു ചാനലാണെന്ന് തോന്നുന്നു, ഒരു ഓൺലൈൻ ചാനലാണെന്ന് തോന്നുന്നു, അമ്മ ഗ്ലോബൽ TV എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ചാനലിലേക്ക് വേണ്ടി ഇന്നലെ ഇട്ടൊരു ബൈറ്റാണിത്. ഇത് ഇന്നലെയാണ് വന്നത്. കിച്ചുവിന്റെ വീഡിയോ വന്നത് മെനിഞ്ഞാന്നാണ്. അപ്പോൾ കിച്ചുവിന്റെ വീഡിയോ മെനിഞ്ഞാന്ന് വന്നിട്ട് ഇന്നലെ ഈ ഒരു സാധനം കൊടുത്തു. കഴിഞ്ഞിട്ടില്ല, ഇവർ എക്സ്ക്ലൂസീവിനകത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഇത് കണ്ടിട്ട് എനിക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. ഞാനിവിടെ വെക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് അത്. ഞാനൊരു കാര്യം ചെയ്യാം, അതിൽ അവരുടെ ഫേസ് മാത്രം കാണിക്കാം. ഇതേ സെയിം കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇവരുടെ നേവൽ കാണിച്ചുകൊണ്ടുള്ള ഒരു റീലാണത്. ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇവർ ഈ റീൽ ചെയ്തപ്പോൾ കംപ്ലീറ്റ് മൂടി പുറച്ചൊക്കെയാണ് നിൽക്കുന്നത്. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് എക്സ്ക്ലൂസീവിനകത്ത് വന്നപ്പോൾ ഈ പോർഷൻ കാണിച്ചുകൊണ്ട് അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും സങ്കടം കാണുന്നുണ്ടോ? ഈ വീഡിയോ ഇട്ടിട്ട് 13 മണിക്കൂറായിട്ടുള്ളൂ. എനിക്ക് ഈ സ്ക്രീൻഷോട്ട് കിട്ടുമ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് 13 മണിക്കൂറായിട്ടുള്ളൂ. ഓക്കെ, കിച്ചുവിൻ്റെ വീഡിയോ വന്നത് ഒരു ദിവസം മുൻപാണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായിട്ടാണോ ഇവർ ആ വീഡിയോ എടുത്തേക്കുന്നത് കരഞ്ഞുകൊണ്ട്? ഒന്നുമില്ല, ഒരു സഹതാപ തരംഗം ഉണ്ടാക്കണം, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഉദ്ദേശവും ഇല്ല. കുറച്ച് പേരെങ്കിലും അയ്യോ പാവം കൊച്ച് ഒരുപാട് കഷ്ടപ്പെട്ട്, എന്നിട്ടും ആ ചെക്കനത് പറഞ്ഞു കേട്ടില്ലേ, അത് സംഭവിച്ചു. പല ആൾക്കാരുടെയും കമന്റ് ബോക്സിൽ അവനെതിരെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ആൾക്കാർ, ഈ രേഷ്മ പി തങ്കച്ചനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളുടെ മക്കളെ മുന്നിൽ നിർത്തിയാണ് ഈ സംസാരിക്കുന്നത് ഓർക്കണം. നിങ്ങളുടെ മുന്നിലും മക്കളുണ്ട്. അവർക്കാണ് ഈ വേദന ഉണ്ടായതെങ്കിൽ, അവരാണ് വന്ന് സംസാരിച്ചതെങ്കിൽ നിങ്ങൾ ഈ രേഷ്മ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്യോ? ചെയ്യില്ല. അപ്പോൾ അവനവന് വരണം ഈ വേദന. അവൻ്റെ വേദന അവൻ പറഞ്ഞപ്പോൾ അതുപോലെ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര്, ഒരുപാട് അമ്മമാർ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് എത്രയോ പേര് എനിക്ക് മെസ്സേജ് അറിയോ, ദയവേ ഇടയ്ക്കൊന്ന് വിളിക്കണം, അവനെ ഒന്ന് സമാധാനിപ്പിക്കണം, അവൻ്റെ കൂടെ അവനെ ചേർത്ത് നിർത്തണം എന്നൊക്കെ പറഞ്ഞ എത്രയോ പേര്. ഇനി അവൻ പറയുന്നത് ഫേക്ക് ആണെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ നാട്ടിൽ വന്നത് തെളിയിക്ക്. അവൻ പറഞ്ഞതിൽ ഒരു സത്യവും ഇല്ല എന്ന് നിങ്ങൾ തെളിയിക്ക്. നിങ്ങളുടെ കൂടെ ആൾക്കാർ നിൽക്കും, ഞാൻ ഉൾപ്പെടെ നിൽക്കും. പക്ഷെ നിങ്ങൾ തെളിയിക്കണം. അല്ലാണ്ട് ചുമ്മാ വന്ന് കരഞ്ഞ് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. അപ്പോൾ കേസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, കംപ്ലയിൻറ്റ് കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ അപ്ഡേഷൻ പറഞ്ഞു. ഈ ഒരു നാടകത്തിലൊന്നും ഇനി മലയാളികൾ വീഴില്ല, ബോധമുള്ള മലയാളികൾ ആരും വീഴില്ല. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.